നമസ്കാരം. ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ കവാടമായ അസമിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കാഹളം മുഴങ്ങുമ്പോൾ പ്രധാന ചർച്ചാ വിഷയം വികസനത്തിനോടൊപ്പം രാജ്യത്തിന്റെ സുരക്ഷയും കൂടിയാണ്. അസമിലെ 126 അംഗ നിയമസഭയിലേക്ക് മാർച്ചിലോ ഏപ്രിലിലോ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വെറുമൊരു ഭരണ തുടർച്ച എന്നതിലുപരി വടക്ക് കിഴക്കൻ ഇന്ത്യയുടെയും രാജ്യത്തിന്റെ തന്നെയും സുരക്ഷാ കവചമായി BJPയെ മാറ്റുക എന്നതാണ് ഈ പോരാട്ടത്തിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം വടക്ക് കിഴക്കൻ മേഖലയുടെ നിലനിൽപ്പിന് വലിയ ഭീഷണിയാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം അസമിലെ ജനസംഖ്യാ ഘടനയെ വിപരീതമായി ബാധിക്കുന്നുണ്ട് എന്നും ഇത് സംസ്ഥാനത്തെ മുസ്ലിം ജനസംഖ്യ 40% എത്തിക്കുവാൻ ഇടയാക്കുമെന്നും അദ്ദേഹം ആശങ്ക പങ്കുവച്ചു. ഇത് കേവലം രാഷ്ട്രീയമായ ആരോപണമല്ല, മറിച്ച് അസമിലെ തദ്ദേശീയരുടെ അസ്തിത്വത്തിനായുള്ള പോരാട്ടമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ അതിർത്തികൾ പൂർണ്ണമായും സുരക്ഷിതമാക്കേണ്ടതുണ്ടെന്നും ഇതിന് അസമിലും ത്രിപുരയിലും BJP സർക്കാരുകൾ തുടരേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അസമും ത്രിപുരയും നുഴഞ്ഞുകയറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ പശ്ചിമ ബംഗാൾ സർക്കാർ ദേശീയ താൽപര്യങ്ങൾ മറന്ന് നുഴഞ്ഞുകയറ്റത്തിന് മൗനാനുവാദം നൽകുകയാണെന്ന് ശർമ്മ കുറ്റപ്പെടുത്തി. വടക്ക് കിഴക്കൻ മേഖലയുടെ സുരക്ഷയ്ക്ക് ബംഗാളിലെ രാഷ്ട്രീയ മാറ്റവും അനിവാര്യമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നുഴഞ്ഞുകയറ്റം വലിയ തോതിൽ നിയന്ത്രിക്കുവാൻ സാധിച്ചുവെന്നത് പാർട്ടിയുടെ ഏറ്റവും വലിയ നേട്ടമായി അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നു. രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുവാൻ ഒരു ദേശീയ സുരക്ഷാ ഗ്രിഡ് നിർമ്മിക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. സുരക്ഷാ വിഷയങ്ങൾക്കൊപ്പം തന്നെ ഭരണ നേട്ടങ്ങളും തിരഞ്ഞെടുപ്പിൽ BJPയുടെ കരുത്താകും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1.6 ലക്ഷത്തോളം യുവാക്കൾക്ക് സുതാര്യമായ രീതിയിൽ സർക്കാർ ജോലി നൽകുവാൻ സാധിച്ചത് വലിയ വിജയമായി കണക്കാക്കപ്പെടുന്നു. തൊഴിലില്ലായ്മ പരിഹരിക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകിയ BJP ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ 100% പാലിച്ചുവെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം നിലനിർത്തുവാൻ സാധിച്ചത് നരേന്ദ്രമോദി സർക്കാരിന്റെയും ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിന്റെയും സംയുക്ത വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ നുഴഞ്ഞുകയറ്റക്കാരെ വോട്ട് ബാങ്കായി കണ്ട് സംരക്ഷിക്കുകയാണെന്നും BJP ആരോപിക്കുന്നു. അസം കോൺഗ്രസ് അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ പാകിസ്ഥാൻ ബന്ധം ആരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് രാഷ്ട്രീയ പോരാട്ടം സുരക്ഷാ വിഷയങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന്റെ തെളിവാണ്. രാജ്യദ്രോഹികളുമായി ബന്ധമുള്ളവർക്കോ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കോ അസമിന്റെ അധികാരം നൽകുന്നത് അപകടകരമാണെന്ന സന്ദേശമാണ് BJP ജനങ്ങൾക്ക് നൽകുന്നത്. ചുരുക്കത്തിൽ അസമിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വെറുമൊരു ഭരണം തിരഞ്ഞെടുക്കലല്ല, മറിച്ച് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തിയുടെ സുരക്ഷ തീരുമാനിക്കുന്ന നിർണായകമായ പോരാട്ടമാകും. അസമിലെ ജനങ്ങൾ തങ്ങളുടെ വീടിന്റെ വാതിൽ വിദേശികൾക്കായി തുറന്നു കൊടുക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ദിശ വ്യക്തമാക്കുന്നു. വികസനവും ദേശീയതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള BJPയുടെ ഈ നീക്കം വോട്ടർമാർക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് ഫെബ്രുവരിയിൽ വിജ്ഞാപനം വരുന്നതോടെ കൂടുതൽ വ്യക്തമാകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.